എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂറോപ്പിൽ 500 കൊല്ലം മുമ്പ് അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായിരുന്ന ഒരു സില്ലി സാധനം എങ്ങനെയാണ് ലോകത്ത് കീഴടക്കലുകൾക്കും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ കീഴടങ്ങലിലേക്കും പെറ്റ തള്ള സഹിക്കാത്ത നൃശംസതകൾക്കും കാരണമായത് എന്നാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. 15-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരു ദിവസം യൂറോപ്പിലൊരു തീൻമേശ സൽക്കാരം നടക്കുകയാണ്. പ്രഭുക്കന്മാരും പദവിയുള്ളവരും മാത്രമാണ് മേശയ്ക്ക് ചുറ്റും. ഒരു മാന്യൻ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പ് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കായയും അത് ചുരണ്ടാൻ വെള്ളി കൊണ്ടുള്ളൊരു കത്തിയും എടുത്തു. എന്നിട്ട് അയാൾ ആ കായ സ്വന്തം ഭക്ഷണത്തിന് മേലേക്ക് ചുരണ്ടിയിടുകയാണ്. മറ്റുള്ളവർ അത് കണ്ട് അസൂയയോടെ അയാളെ നോക്കി. എന്തുകൊണ്ടാണ് അയാൾ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത്? ഇത്ര അസൂയപ്പെടാൻ മാത്രം എന്തായിരുന്നു ആ കായ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ്. പേര് ജാതിക്ക. അന്ന് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു മുതലായിരുന്നു അത്. സ്വർണത്തിന് തുല്യം, ചിലപ്പോൾ സ്വർണത്തിനേക്കാൾ വില. എന്താണ് അതിൻ്റെ കാരണം? പ്ലേഗ് എന്ന രോഗത്തെ സുഖപ്പെടുത്താനുള്ള കഴിവ് ജാതിക്കയ്ക്കുണ്ട് എന്ന ഒരു അന്ധവിശ്വാസം അന്ന് യൂറോപ്യന്മാർക്കുണ്ടായിരുന്നു. പ്ലേഗ് ആണെങ്കിൽ ഒരു തവണ ഒരു പ്രദേശത്ത് വന്നാൽ ഒരുമാതിരി മൊത്തം ആൾക്കാരെ പടമാക്കിയിട്ടേ കളമൊഴിയൂ. എങ്ങനെയാണ് പ്ലേഗ് വരുന്നത്? ചതുപ്പിലെ ദുർഗന്ധമുള്ള വായുവിലൂടെയാണ് പ്ലേഗ് വരുന്നത് എന്നാണ് യൂറോപ്യന്മാർ കരുതിയത്. ദുർഗന്ധമുള്ള വായു, അതാണ് പ്ലേഗിൻ്റെ കാരണം. അപ്പോൾ അതിനെ ചെറുക്കാൻ ജാതിക്കായുടെ സുഗന്ധം മതി. ദുർഗന്ധത്തെ സുഗന്ധം കൊണ്ട് തോൽപ്പിക്കുന്ന ഒരു ജീവൻ രക്ഷാ മരുന്നാണ് ജാതിക്ക എന്നവർ വിശ്വസിച്ചു. പ്ലേഗിന് മാത്രമല്ല, വയറുവേദന, ദഹനക്കേട്, ഛർദി, വയറിളക്കം, ജലദോഷം, ഉറക്കക്കുറവ് എന്നതിനൊക്കെ ഉള്ള ഒറ്റമൂലിയായിരുന്നു ഈ ജാതിക്ക. ഇന്ന് നമുക്കറിയാം പ്ലേഗിന് കാരണം ചതുപ്പിലെ ദുഷിച്ച വായുവല്ല, മറിച്ച് യെർസിനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ്. ജാതിക്കയ്ക്ക് അതിനെ നശിപ്പിക്കാനുള്ള ഒരു ശക്തിയുമില്ല. പക്ഷേ അന്നത്തെ ആളുകൾ അങ്ങനെ വിശ്വസിച്ചു, ജീവിച്ചു. ലോകത്ത് ഇന്ന് വരെ മനുഷ്യർ അനുഭവിച്ചിട്ടുള്ളതും ഇന്നും അനുഭവിച്ചു വരുന്നതുമായ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അന്ധമായി വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ജനങ്ങളെ കുച്ചുവിലങ്ങിട്ട് നിർത്തിയ ഭരണാധികാരികൾ പോലും അന്ധവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ജാതിക്കയിലുള്ള യൂറോപ്യൻ വിശ്വാസത്തെ ഇങ്ങനെ നമ്മൾ കണ്ടാൽ മതി. സകലവിധ രോഗങ്ങൾക്കുമുള്ള ദിവ്യ ഔഷധം എന്നത് മാത്രമായിരുന്നില്ല ജാതിക്കയുടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചത്. ഇറച്ചി വിഭവങ്ങൾ, സൂപ്പുകൾ, കേക്കുകൾ, മധുരപലഹാരങ്ങൾ, സോസുകൾ എന്നിവ പാചകം ചെയ്യുമ്പോൾ ചേർക്കാനായി യൂറോപ്പിലെ സമ്പന്നരുടെ അടുക്കളയിൽ ഇതൊരു ആഡംബര സുഗന്ധ വ്യഞ്ജനമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ജാതിക്കയുടെ ഡിമാൻഡ് കൂട്ടി. അത് കന്നുകാലികളുമായി ബന്ധപ്പെട്ടായിരുന്നു. യൂറോപ്യൻ കർഷകർക്ക് വേനൽക്കാലത്തും ശരൽക്കാലത്തും കന്നുകാലികളെ വളർത്താൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡിസംബർ മാസമാകുമ്പോഴേക്കും അവിടെ ഒരു തരി പുല്ല് പോലും ഇല്ലാതാവും. മഞ്ഞ് വന്നു മൂടും. പിന്നെ എന്തു കൊടുത്ത് നമ്മൾ കന്നുകാലികളെ വളർത്തും? ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ശൈത്യകാലത്ത് എല്ലാ മൃഗങ്ങളെയും ജീവനോടെ നിലനിർത്താൻ കഴിയില്ല. അതിനുള്ള സൂത്രമായിരുന്നു കശാപ്പ്. സിമ്പിൾ ആയ പരിഹാരം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു കന്നുകാലിയെ അറുത്ത് കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഇറച്ചി 1-2 ദിവസങ്ങൾ കൊണ്ട് തിന്നാൻ പറ്റില്ല. അങ്ങനെ തിന്നാനും പാടില്ല. അതിശൈത്യമാണ് വരുന്നത്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള കാലം. അതിനായി നമ്മൾ കരുതി വെക്കണം. എന്താ ടെക്നിക്ക്? ഇറച്ചി ഉപ്പിട്ട് പുകയിട്ട് ഉണക്കിയാൽ മാസങ്ങളോളം സൂക്ഷിക്കാം. പഞ്ചമാസങ്ങളായ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ പട്ടിണിയില്ലാതെ കഷ്ടിമുട്ടി കഴിയാം. പ്രകൃതി എങ്ങനെ അനുഗ്രഹിച്ചാലും എത്ര തണുത്ത അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഇറച്ചി എന്ന സാധനത്തിന് നന്നായി പഴകിയാൽ ഒരു കെട്ട മണം വരും. ഇതിന് ഉത്തമ പരിഹാരമായിരുന്നു ജാതിക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, അങ്ങനെ പല മസാലകൾ. ഇറച്ചിക്ക് അവ രുചിയും സുഗന്ധവും നൽകി. ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരാനിടയുണ്ട്. യൂറോപ്യന്മാർ ഇറച്ചി സൂക്ഷിക്കാൻ ജാതിക്ക ഉപയോഗിച്ചു എന്ന് പ്രേക്ഷകർക്ക് തോന്നാം. അങ്ങനെ തോന്നണ്ട. ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ യൂറോപ്യൻ കർഷകർ ഉപ്പിട്ട് സൂക്ഷിച്ച ഇറച്ചിയിൽ ജാതിക്ക ചേർത്തിരുന്നില്ല. അത്ര വിലയേറിയ ഒരു സുഗന്ധവ്യഞ്ജനം എല്ലാവർക്കും അങ്ങനെ വാങ്ങാൻ കഴിയുമായിരുന്നില്ല. ജാതിക്ക ഉപയോഗിച്ചിരുന്നത് പ്രധാനമായും രാജകൊട്ടാരങ്ങൾ, സമ്പന്നരായ പ്രഭുക്കന്മാർ, ധനികരായ വ്യാപാരികൾ എന്നിവരായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഉപ്പിടലും പുകപിടിപ്പിക്കലും മാത്രം. ഇവിടെ മറ്റൊരു വിഷയം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. യൂറോപ്പിൽ ജാതിക്കയില്ല, അവിടെ അത് വിളയുന്നില്ല. പിന്നെ എങ്ങനെ അവർ ഇതിനെപ്പറ്റി അറിഞ്ഞു? ജാതിക്ക വിളഞ്ഞിരുന്നത് ഇന്തോനേഷ്യക്കടുത്തുള്ള ബാൻഡ ദ്വീപ സമൂഹങ്ങളിലാണ്. അവിടേക്ക് കോഴിക്കോട് നിന്ന് ഏകദേശം 5500 കിലോമീറ്റർ വരും. ജാവ ദ്വീപിൽ നിന്ന് 2000 കിലോമീറ്റർ, മലാക്കയിൽ നിന്ന് ഏകദേശം 2500 കിലോമീറ്റർ.
യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം പോർട്ടുഗലിലെ ലിസ്ബണിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് കടൽ വഴി ചുരുങ്ങിയത് 15,000 കിലോമീറ്റർ ഉണ്ട്. മൺസൂൺ കാറ്റ് വട്ടം കറക്കിയാൽ അത് 20,000 കിലോമീറ്റർ വരെ വരും. അപ്പോൾ പിന്നെ അവർ ഈ ദ്വീപിനെ പറ്റി അറിയണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെ? എല്ലാം കച്ചവടവുമായി ബന്ധപ്പെട്ടായിരുന്നു. ബാൻഡ് ദ്വീപുകൾ ഭരിച്ചിരുന്നത് പ്രാദേശികരായ ചില മാടമ്പികളായിരുന്നു. ബാൻഡ് ദ്വീപിൽ നിസാര വിലയുള്ള ഈ സാധനം ജാവ, മലായ്, മലാക്ക എന്നിവിടങ്ങളിലേക്ക് പോയി. അവിടെ നിന്നാണ് ഇന്ത്യയിലെയും അറബ് നാടുകളിലെയും കച്ചവടക്കാർ ഇതിനെപ്പറ്റി അറിയുന്നത്. ഇതിനിടയിൽ മുസ്ലിങ്ങൾക്ക് മറ്റൊരു സുവർണ അവസരം കൂടി ആ ഏരിയയിലുണ്ടായി. അറബ് നാട്ടിൽ നിന്ന് ഒരു മുസ്ലിം മിഷണറി പോയി മലാക്കയിലെ രാജാവിൻ്റെ മതം മാറ്റി തുടർന്ന് ആ രാജ്യം ഇസ്ലാം രാജ്യമായി. അപ്പോൾ ജാതിക്ക എന്ന സുഗന്ധ വ്യഞ്ജനത്തെപ്പറ്റി നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം. ബാൻഡ ദ്വീപുകളിൽ നിന്ന് ജാവ, മലാക്ക മാർക്കറ്റുകൾ, അവിടെ നിന്ന് ഇന്ത്യൻ അറബി വ്യാപാരികൾ വഴി കോഴിക്കോട് മാർക്കറ്റിൽ, പിന്നെ അറബ് വ്യാപാരികൾ വഴി അലക്സാണ്ട്രിയ, അവിടെ നിന്ന് വെനീസ്, പിന്നെ യൂറോപ്പ്. അപ്പോൾ ഇത്രയും വഴി സഞ്ചരിക്കുമ്പോൾ നല്ല ഡിമാൻഡുള്ളിടത്ത് ജാതിക്കയുടെ വില എത്ര വർദ്ധിക്കുമെന്ന് നമ്മൾ ഊഹിക്കണം. എത്ര വില വേണമെങ്കിലും പറയാം, കാരണം ഇത് കിട്ടാൻ വേറെ മാർഗമില്ല. യൂറോപ്യന്മാർ സാഹസികർ ആണെന്നാണല്ലോ വെപ്പ്, അതിസാഹസികർ. അവരെ സംബന്ധിച്ചിടത്തോളം വല്ലവരും കൊണ്ടുവന്ന് തരുന്നത് അന്യായ കാശും കൊടുത്ത് കയ്യിൽ നീട്ടി വാങ്ങി വെറുതെ കുത്തിയിരിക്കുന്ന സ്വഭാവമില്ല. ജാതിക്ക മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു തുടങ്ങിയ നല്ല മണമുള്ള ഒന്നും യൂറോപ്പിൽ വിളയുന്നില്ല. എന്തൊരു നാടാണിത്! അവർ ചിന്തിച്ചു, പ്രവർത്തിച്ചു. സുഗന്ധ വ്യഞ്ജനങ്ങളുള്ള നാടുകളിലേക്ക് എങ്ങനെ എത്തും? ജാതിക്ക, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട, സ്വർണം, വെള്ളി, ഇതൊക്കെയാണ് ലക്ഷ്യം. കിഴക്കൻ ഭാഗങ്ങൾ എന്നാൽ പൊതുവെ ഇന്ത്യ എന്നാണ് അവരുടെ ബോധ്യം. ചൈനയെ അവർ കാത്തായ് എന്നും മാങ്കി എന്നും വിളിച്ചു. ഇവിടങ്ങളിലേക്ക് എത്താനുള്ള ഒരു സമുദ്രപാത കണ്ടെത്തണം. തുർക്കി വഴി പണ്ടൊരു പാത ഉണ്ടായിരുന്നു, സിൽക്ക് റൂട്ടിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ ഓട്ടോമൻ മുസ്ലിങ്ങൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി ആ വഴിയിൽ അന്യായ ടാക്സ് ഏർപ്പെടുത്തി. പിന്നെ ഇസ്ലാമോഫോബിയ, അതും എവർഗ്രീൻ ആയിരുന്നു. അവളെ പേടിച്ചാരും ആ വഴി നടപ്പിയില്ല. കരവഴി മറ്റു റൂട്ടുകളില്ലേ? ഉണ്ട്. അലക്സാണ്ട്രിയയിലൂടെയും കരിങ്കടൽ വഴിയും മറ്റൊരു റൂട്ട് കൂടി ഉണ്ട്. പക്ഷേ ഏതിലെ പോയാലും ഓട്ടോമൻസിന് നികുതി കൊടുക്കണം, കാരണം അത്രയും വിശാലമായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യം. ഇനി തുർക്കികൾ നികുതി കുറച്ചാലും കരവഴി ഉള്ള പോക്ക് റിസ്ക് തന്നെയാണ്. പർവ്വതങ്ങൾ, ചതുപ്പുകൾ, തടാകങ്ങൾ പിടിച്ചു പറിക്കാർ. അപ്പോൾ കടൽ വഴി ഒരു പാത കണ്ടെത്തിയേ പറ്റൂ. അതിനായി തലപുകച്ച് പ്രധാനമായി 2 രാജ്യങ്ങളാണ്. ഒന്ന് പോർട്ടുഗീസ്, 2 സ്പെയിൻ. സത്യത്തിൽ ഇവർ തമ്മിൽ ഈ തല പുകയ്ക്കലിന് തന്നെ ഒരു മത്സരമുണ്ടായിരുന്നു. ആദ്യം വണ്ടി വിട്ടത് പോർട്ടുഗീസിൽ നിന്ന് ബർത്തലോമ ഡിയാസ് ആയിരുന്നു. 1487 പുള്ളി കപ്പലുമായി പുറപ്പെട്ടു. ആഫ്രിക്കയുടെ തെക്കേ മുനമ്പ്, അതായത് ഗുഡ് ഹോപ്പ് മുനമ്പ് ആദ്യമായി അദ്ദേഹം ചുറ്റിക്കടന്ന് ഇന്ത്യൻ സമുദ്രം വരെ എത്തി. പക്ഷേ എന്തുകൊണ്ടോ 1488 പുള്ളി തിരിച്ചു തന്നെ പോയി. 9 വർഷം കഴിഞ്ഞ് വാസ്കോഡ ഗാമ ആ ഡ്യൂട്ടി ഏറ്റെടുത്തു, വിജയിപ്പിച്ചു. പുള്ളി 1497 ഈ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി നേരെ കടലോരത്തൂടെ വടക്കോട്ട് വെച്ച് പിടിച്ച് ഇന്നത്തെ എത്യോപ്യയ്ക്ക് തെക്കുള്ള മിലിൻഡയിൽ എത്തിച്ചേർന്നു. ഇന്ന് കെനിയയിലാണ് സ്ഥലം. അറിയാതെ എത്തിച്ചേർന്നതല്ല, അടിമക്കച്ചവടത്തിനേറെ പ്രശസ്തമായ കേന്ദ്രമായിരുന്നു മിലിൻഡ. അവിടെ ചെന്നാൽ ഇന്ത്യക്ക് പോകാനുള്ള വഴി ആരെങ്കിലും കാണിച്ചു തരുമെന്ന് ഗാമയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് ഫലിച്ചു. ഗാമ അവിടെ വെച്ച് പരിചയസമ്പന്നനായ ഒരു നാവികനെ കണ്ടുമുട്ടി. അറബിക്കടലിലെ മൺസൂൺ കാറ്റുകളുടെ ഗതിയെക്കുറിച്ചും നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ദിശാസൂചനകളെക്കുറിച്ചും ആ മനുഷ്യന് കൃത്യമായ അറിവുണ്ടായിരുന്നു. പോർച്ചുഗീസ് രേഖകളിൽ മലേമോ കാന, മാലുമി, കഞ്ചിമാളം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ദ്രോഹി ഒരു ഗുജറാത്തി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് ശരിയാണെങ്കിൽ ഗുജറാത്തി നയിച്ചു, വാസ്കോഡ ഗാമ കോഴിക്കോടെത്തി. ഇനി നമുക്ക് ഗാമയുടെ യാത്രയെ ഇങ്ങനെ ചുരുക്കി എഴുതാം. ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തിലൂടെ കന്യാകുമാരി പോലെയുള്ള ആ ഗുഡ് ഹോപ്പ് മുനമ്പിൽ എത്തി. പിന്നെ ആ മുനമ്പ് ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലൂടെ പോയി മുംബാസ്, മിലിൻഡ, അവിടെ നിന്ന് കഞ്ചിമാളത്തിൻ്റെ സഹായത്തോടെ കോഴിക്കോട്. കെനിയയിലെ മുംബാസിയിൽ പോയി ഗാമയുടെ ആ കല്ല് കാണാനുള്ള അവസരം ഈ ഉള്ളവന് കിട്ടിയിട്ടുണ്ട്.
ഗാമ കോഴിക്കോട് എത്തി മാർക്കറ്റ് പഠിച്ചപ്പോൾ ഇവിടെ കുരുമുളകാണ് കിട്ടാനുള്ളത്, ജാതിക്ക ഇല്ല എന്ന കാര്യം മനസ്സിലായി. ജാതിക്കയേക്കാൾ വളരെ വില കുറവാണ് കുരുമുളകിന്, വളരെ വളരെ വില കുറവ്. ഒരു പൗണ്ട് കുരുമുളകിന് ഏകദേശം 0.47 ഫ്ലോറിൻ ആയിരുന്നു വില. അതേസമയം ഒരു പൗണ്ട് ജാതിക്കയ്ക്ക് 12 ഫ്ലോറിൻ വരെ വിലയുണ്ടായിരുന്നു. അതായത് കുരുമുളകിനേക്കാൾ പല മടങ്ങ് കൂടുതൽ. ഗാമയും പോർച്ചുഗീസുകാരും ആദ്യം കോഴിക്കോട് അവരുടെ വിരിവെച്ചു. കുരുമുളകെങ്കിൽ കുരുമുളക് അത് വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി. 2 കൊല്ലം കഴിഞ്ഞ് 1500 ആയപ്പോൾ ഗാമയും ടീമും കൊച്ചിയിലും ഗോവയിലും വെച്ചു ഓരോ വിരികൾ. കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ് കോഴിക്കോട്. എന്നാൽ 16ാം നൂറ്റാണ്ടിലെ ലോക വ്യാപാര ശൃംഖലയെ സംബന്ധിച്ചിടത്തോളം അതൊരു സുഗന്ധ വ്യാപാര ഹബ്ബ് തന്നെയായിരുന്നു. അറബ് നാടുകളിൽ നിന്നും ഗുജറാത്തിൽ നിന്നും മലായ്, തമിഴ്, ചൈനീസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നും വ്യാപാരികൾ ഇവിടെ തമ്പടിച്ചിരുന്നു. അവരിൽ നിന്ന് പോർച്ചുഗീസുകാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. കുരുമുളക് കേരളത്തിൽ നിന്നും കിട്ടുമെന്നാൽ ഗ്രാമ്പു, ജാതിക്ക തുടങ്ങിയ വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇവിടെ കിട്ടില്ല. അതൊക്കെ വരുന്നത് കിഴക്കുള്ള ദ്വീപുകളിൽ നിന്നാണ്. ആ സുഗന്ധ ചരക്കുകൾ ആദ്യം മലാക്ക എന്ന വലിയ തുറമുഖത്ത് എത്തുന്നുണ്ട്. അവിടെ നിന്നാണ് ഇന്ത്യയിലേക്കും അറബ് രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നത്. അതായത് മലാക്കയെക്കുറിച്ചുള്ള അറിവ് ഇന്ത്യയിലെ വ്യാപാരികളിൽ നിന്നാണ് പോർച്ചുഗീസുകാർക്ക് ലഭിച്ചത്. എല്ലാം അറിഞ്ഞപ്പോൾ അന്നത്തെ പ്രധാന നാവികനായ അഫോൻസോ ഡി അൽബുക്കർക്ക് ഇങ്ങനെ സ്വയം പറഞ്ഞു, മലാക്ക പിടിച്ചാൽ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൻ്റെ പിടി നമ്മുടെ കയ്യിൽ വരും. അങ്ങനെ പോർച്ചുഗീസ് കപ്പലുകൾ കിഴക്കോട്ട് പോയി. 1511 അവർ മലാക്ക കീഴടക്കി. അതായത് ഗുജറാത്തി ഗാമയ്ക്ക് കോഴിക്കോട് കാണിച്ചു കൊടുത്തു, കോഴിക്കോട് വ്യാപാരികൾ പോർച്ചുഗീസുകാർക്ക് മലാക്ക കാണിച്ചു കൊടുത്തു. തദ്വാര കിഴക്കൻ ഏഷ്യൻ വ്യാപാര ശൃംഖലയുടെ ഭൂപടം തന്നെ തുറന്നു കൊടുത്തു. മലാക്കയിൽ ആധിപത്യം നേടിയ പോർച്ചുഗീസുകാർക്ക് അപ്പോഴും സുഗന്ധ ദ്വീപുകളിലേക്കുള്ള വഴിയറിയില്ല. ബാൻഡ ദ്വീപ്, മുലുക്കു ദ്വീപ്, റൺ ദ്വീപ് ഇതൊക്കെയാണ് ഈ സുഗന്ധ ദ്രവ്യങ്ങളുള്ള സുഗന്ധ വസ്തുക്കളുള്ള സ്ഥലം. എവിടെയാണത്? എങ്ങനെയാണോ ഒരു ഗുജറാത്തി ഗാമയെ ഇന്ത്യയിലെത്താൻ സഹായിച്ചത്, എങ്ങനെയാണോ കോഴിക്കോട് വ്യാപാരികൾ മലാക്ക കണ്ടെത്താൻ അൽബുക്കർക്കിനെ സഹായിച്ചത്, സെയിം പാറ്റേൺ പ്രാദേശികരായ സഹായികളെ അവർക്ക് കിട്ടി. മലയാദ്വീപിൽ നിന്നും വന്നവരും ജാവാദ്വീപിൽ നിന്നും വന്നവരും അവർക്ക് വഴി പറഞ്ഞു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അവർ അവരെ വാടകയ്ക്കെടുത്തു. അഫോൻസ ഡി അൽബുക്കർക്കിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു കന്നിക്കെട്ട് നാവികനായിരുന്നു അന്റോണിയ ഡി അബ്രിയോ. 1511 നവംബർ, പ്രത്യേകതകളൊന്നുമില്ലാത്തൊരു ദിവസം, അൽബുക്കർക്കിൻ്റെ നിർദ്ദേശപ്രകാരം അബ്രിയയുടെ നേതൃത്വത്തിൽ 3 കപ്പലുകൾ മലാക്കയിൽ നിന്ന് കിഴക്കോട്ട് പുറപ്പെട്ടു. പ്രാദേശികരായ നാവികർ അവർക്ക് വഴികാട്ടി. ജാവ, ഫ്ലോറസ്, തിമോർ, അംബോൾ എന്നീ സമുദ്രപാതകളിലൂടെ സഞ്ചരിച്ച് 1512 അവർ ബാൻഡ ദ്വീപുകളിൽ എത്തിച്ചേർന്നു. ഏകദേശം 1 മാസത്തോളം ബാൻഡ ദ്വീപുകളിൽ ചെലവഴിച്ച പോർച്ചുഗീസുകാർ തങ്ങളുടെ കപ്പലുകൾ നിറയെ ജാതിക്കയും ഗ്രാമ്പുവും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും നിറച്ചാണ് മലാക്കയിലേക്ക് മടങ്ങിയത്. എങ്ങനെയായിരുന്നു ആ കച്ചവടം? ബാൻഡ ദ്വീപുകളിൽ താമസിച്ചിരുന്ന പാവങ്ങൾക്ക് പോർച്ചുഗീസുകാർ മുഖം നോക്കാനുള്ള കണ്ണാടി കഷ്ണങ്ങൾ കൊടുത്തു. പകരം ജാതിക്ക് കിട്ടി. ചില പാവങ്ങൾ പഴയ തുണികൾ കൊണ്ട് തൃപ്തിപ്പെട്ടു. ലിസ്ബണിൽ വില കുറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ പാവങ്ങൾക്ക് കൊടുത്തു, പകരം ജാതിക്ക വാങ്ങി. ഇങ്ങനെ നിസാരമായി കിട്ടിയ ഈ ജാതിക്കകൾ മാസങ്ങൾ നീണ്ട കടൽ യാത്രയ്ക്ക് ശേഷം യൂറോപ്പിൽ എത്തുമ്പോഴേക്കും ഇതിൻ്റെ വില 30,000 മുതൽ 60,000% വരെ വർദ്ധിച്ചു, അഥവാ വർദ്ധിപ്പിച്ചു വിറ്റു. മനുഷ്യ ചരിത്രത്തിൽ മറ്റൊരു വ്യാപാരത്തിനും ഇത്രയും ഭീമമായ ലാഭം നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, പോർച്ചുഗീസുകാർ പരിപൂർണമായും ബാൻഡ ദ്വീപിനെ കൈയടക്കിയില്ല. മെയിൻ സ്വിച്ച് അവരുടെ കയ്യിലായിരുന്നില്ല. ആരുമായി വ്യാപാരം ചെയ്യണമെന്ന് ബാൻഡയിലെ പ്രാദേശിക ഭരണാധികാരികൾ തന്നെ നിശ്ചയിച്ചു. എന്നാൽ പോർച്ചുഗീസുകാരും ഇതുകൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടു. കാരണം മുമ്പത്തെ അവസ്ഥ നോക്കൂ, അതിൽ നിന്നും എത്രയോ മെച്ചമാണ് ഈ സ്ഥിതി. മുമ്പ് യൂറോപ്പ് മുതൽ സുഗന്ധ ദ്വീപുകൾ വരെയുള്ള വഴിയിൽ ഒരുപാട് ഇടനിലക്കാർ ഉണ്ടായിരുന്നു. അവർ ഇല്ലാതായില്ലേ? ചുള്ളുവിലയ്ക്ക് ജാതിക്ക കയ്യിൽ കിട്ടി. അതുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ ഉടനീളം പോർച്ചുഗീസുകാർ ജാതിക്ക വാങ്ങി മര്യാദയ്ക്ക് നാട്ടിൽ കൊണ്ടുപോയി. അവരോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യാൻ മലായ്, ജാവൻ, ഇന്ത്യൻ, അറബ് വ്യാപാരികളും ആ ദ്വീപിലേക്ക് വന്നു. അവരും ഒപ്പം വ്യാപാരം തുടർന്നു. പോർച്ചുഗീസുകാരെ ഒരു അദാനിയാക്കാൻ ബാൻഡ ദ്വീപിൽ ഒരു മോദി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 1599 കളി മാറി. പസഫിക്കിന് മുകളിൽ ചുവന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഡച്ചുകാരുടെ വരവായിരുന്നത്.
പോർച്ചുഗീസുകാരുടെ സമുദ്രപാത കോപ്പിയടിച്ചായിരുന്നു അവരുടെ വരവ്. അവർക്ക് വ്യാപാരത്തിലെ ജനാധിപത്യത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടുകയാണെങ്കിൽ മുഴുവൻ കിട്ടണം, ഇല്ലെങ്കിൽ വേണ്ട. അതിന് പറ്റിയ ഒരു കമ്പനിയും അവർ 1602 രൂപീകരിച്ചു, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മണ്ടയിലൂടെയും മറയിലൂടെയും അവർ ദ്വീപിനെ ആക്രമിക്കാൻ തുടങ്ങി. 1602 മുതൽ 1608 വരെ അവർ ദ്വീപിലെ പ്രാദേശിക മാടമ്പികളോട് പറഞ്ഞു, ജാതിക്ക് ഞങ്ങൾക്ക് മാത്രം വിൽക്കണം. കമ്മ്യൂണിസ്റ്റ് ഐഡിയ. ബാൻഡദ്വീപിലെ പ്രാദേശിക ഭരണാധികാരികൾക്ക് ഈ ഡിമാൻഡ് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ജാതിക്ക വാങ്ങാൻ പോർച്ചുഗീസുകാരുണ്ട്, ജാവൻ വ്യാപാരികളുണ്ട്, മലായ് വ്യാപാരികളുണ്ട്, പോരാത്തതിന് ഇംഗ്ലീഷുകാരുമുണ്ട്. അതിനാൽ അവർ എല്ലാവർക്കും വിൽക്കാൻ ആഗ്രഹിച്ചു. ഓപ്പൺ മാർക്കറ്റ് ക്യാപിറ്റലിസം. 1609 പീറ്റർ വെർഹോഫെ എന്ന ഒരു അക്രമിയുടെ നേതൃത്വത്തിലുള്ള ഡച്ച് കമ്പനിയുടെ ഒരു വലിയ കപ്പൽ പട ബാൻഡദ്വീപിലെത്തി. അവരുടെ കയ്യിൽ ഒരു കരാറുണ്ടായിരുന്നു. അവർ ബാൻഡയിലെ പ്രാദേശിക ഭരണാധികാരികളായിരുന്ന ഒറാങ്കായ, അങ്ങനെയാണ് അവർ വിളിക്കുക, ഒറാങ്കായമാരോട് പറഞ്ഞു, ഒപ്പിടടാ, ജാതിക്ക ഡച്ചുകാർക്ക് മാത്രം വിൽക്കണം, മറ്റാർക്കും വിൽക്കരുത് എന്നായിരുന്നു ആ കരാറിലെ വ്യവസ്ഥ. എങ്ങനെ ഒറാങ്കായമാർ ഒപ്പിടും? ഓപ്പൺ മാർക്കറ്റിൽ ഉയർന്ന വില നൽകുന്നവർക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കാനാണ് അവർ സ്വാഭാവികമായും ആഗ്രഹിച്ചത്. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ആഗ്രഹിക്കുക. ഇതേ സമയത്ത് ഡച്ചുകാർ പ്രാദേശിക ജനങ്ങളുടെ സമ്മതമില്ലാതെ, ഈ ഭരണാധികാരികളുടെ സമ്മതമില്ലാതെ അവിടെ ഒരു കോട്ട പണിയാനും തുടങ്ങിയിരുന്നു. പോളിടെക്നിക്കിൽ പഠിച്ചിട്ടില്ലെങ്കിലും ബാൻഡുകൾക്ക് മനസ്സിലായി, ഈ ഡച്ചുകാർ നമ്മളെ അടിമകളാക്കാൻ പോവുകയാണ്, ഇതനുവദിക്കാനാവില്ല. സമാധാന ചർച്ചകൾക്കായി ഒരു കാട്ടിലേക്ക് അവർ പീറ്റർ വെർഹോഫിനെയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി. അവിടെ വെച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു മിന്നലാക്രമണത്തിലൂടെ വെർഹോഫിനെയും കൂടെയുണ്ടായിരുന്ന 40ലധികം ഡച്ച് ഉദ്യോഗസ്ഥരെയും അവർ കൊലപ്പെടുത്തി. ഇവിടെ നമുക്ക് ഗാന്ധിയെയും ജീസസ് ക്രൈസ്റ്റിനെയും ഓർമ്മിക്കേണ്ടി വരും. ഹിംസ കൂടുതൽ ഹിംസകൾ ആവശ്യപ്പെടുന്നു. സഹിക്കുന്നതിലൂടെ നേടുന്ന അത്ര അളവിൽ കൊല്ലുന്നതിലൂടെ നേടാനാവില്ല, ന്യായം എത്ര നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും. ബാൻഡദ്വീപിലെ പാവപ്പെട്ട മനുഷ്യരോട് ഡച്ചുകാർ ചെയ്യാൻ ഉദ്ദേശിച്ചത് കടുത്ത അനീതി തന്നെയാണ്. ലോകത്തിലെ ഏത് നിയമപുസ്തകം എടുത്താലും ദ്വീപിലെ ആ മനുഷ്യരോടൊപ്പമാണ് ന്യായം. പക്ഷേ പ്രായോഗികമായി നോക്കിയാൽ കൊലകൾ കൂടുതൽ കൊലകളെ ക്ഷണിച്ചു വരുത്തുന്നു. വെർഹോഫിൻ്റെയും 40ലധികം ഡച്ചുകാരുടെയും കൊലപാതകം ഡച്ചുകാരെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു. അവർക്ക് ലക്ഷ്യങ്ങൾ രണ്ടായി. ജാതിക്കയുടെ കുത്തക മാത്രം പോരാ, ഉദ്യോഗസ്ഥരെ കൊന്നതിന് പകരം ചോദിക്കുകയും വേണം. പിന്നീട് വർഷങ്ങളോളം നീണ്ടുനിന്ന സംഘർഷങ്ങളായിരുന്നു. തിരമാലകളുടെ കലമ്പലിനേക്കാൾ വലിയ ഒച്ച കേൾക്കാത്ത ആ നാട് തോക്കുകളുടെയും വാളുകൾ കൂട്ടിമുട്ടുന്നതിൻ്റെയും ശബ്ദം കേട്ടു. 1621 അതിന് അവസാനമായി. ഡച്ച് ഗവർണർ ജനറലായ ജാൻ പീറ്റേഴ്സൺ കോയൻ വലിയൊരു സൈന്യവുമായി ബാൻഡദ്വീപിലേക്ക് വന്നു. എല്ലാ പോരായ്മകളും നികത്തിക്കൊണ്ടായിരുന്നു ഈ മാസ് എൻട്രി. എന്തുകൊണ്ടാണ് അവരുടെ പീറ്റർ വെർഹോഫും 40 പേരും കൊല്ലപ്പെട്ടത്? അതക്കാലത്തെ തോക്കിൻ്റെ കുഴപ്പം കൊണ്ടാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്ന തോക്കുകളെ മാച്ച്ലോക്ക് മസ്കറ്റ്സ് എന്നാണ് വിളിക്കുക. ഇന്നത്തെ പോലെ വേഗത്തിൽ വെടിയുതിർക്കാൻ അതിന് പറ്റില്ല. നമ്മുടെ സ്പീഡ് ആ തോക്കിനില്ല. ഒരു തവണ വെടിവെച്ചതിന് ശേഷം വീണ്ടും മരുന്ന് നിറച്ച് വെടിവെക്കാൻ വലിയ സമയം എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ദ്വീപുകാരുടെ പെട്ടെന്നുള്ള മിന്നലാക്രമണങ്ങളിൽപ്പെട്ട് അവർ കൊല്ലപ്പെട്ടത്. തോക്കുകൾ ശരിയായി വരുമ്പോഴേക്കും കഴുത്തിൽ തല ഉണ്ടായിരുന്നില്ല. ദ്വീപുകാരെ മൊത്തം കൊന്നൊടുക്കാനായി വ്രതമെടുത്തെത്തിയ ഡച്ച് ഗവർണർ ജനറലായ പീറ്റേഴ്സൺ കോയൻ അദ്ദേഹം കൂടെ കൊണ്ടുവന്നത് 2000-ഓളം സൈനികരെ. അവരിൽ കുറച്ച് ഡച്ചുകാർ, ബാക്കി മുഴുവൻ കൂലിപ്പട്ടാളക്കാർ. അവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടീമുണ്ടായിരുന്നു, ജപ്പാനീസ് സമുരായികൾ. ജപ്പാനിലേക്ക് ഈ ചേകവന്മാരുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ഏറ്റെടുത്ത ദൗത്യം നിറവേറ്റിയില്ലെങ്കിൽ കടാരയെടുത്ത് സ്വന്തം വയറ് കീറിപ്പൊളിച്ച് ചത്തുകളയും. ഹരാക്കിരി എന്നാണ് ഈ ആത്മഹത്യയെ പറയുക. പിന്നെ മാച്ച്ലോക്ക് തോക്കുകൾ, വാളുകൾ, കുന്തങ്ങൾ, പീരങ്കികൾ. ഈ സൈന്യം ദ്വീപിലേക്ക് കയറി ഗ്രാമങ്ങൾ വളഞ്ഞു, വീടുകൾ കത്തിച്ചു, ഭക്ഷ്യശേഖരങ്ങൾ നശിപ്പിച്ചു, നാട്ടുകാർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അടച്ചു. പ്രാദേശിക ഭരണാധികാരികളായ ഒറാങ്കായകളെ ഇവർ പിടികൂടി. അവരിൽ ഏകദേശം 44 പേരെ പൊതുസ്ഥലത്ത് വെച്ച് തല വെട്ടി 2 ഭാഗമാക്കി മാറ്റി. സ്വാഭിമാനികളായ മനുഷ്യർ ഇതിനെ ചെറുക്കുമല്ലോ. എതിർത്തവരെ നിർദാക്ഷിണ്യം വെടിവെച്ച് അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ഡച്ചുകാർ ദ്വീപിനെ ഉപരോധത്തിൽ നിർത്തി. ഭക്ഷണം കിട്ടാതെ ദ്വീപ് നിവാസികൾ പലരും പട്ടിണി കിടന്ന് മരിച്ചു. 100 കണക്കിന് ആളുകളെ അടിമകളാക്കി.
ഭാഗ്യം കിട്ടിയവർ സമീപ ദ്വീപുകളിലേക്ക് നീന്തിപ്പോയി. എത്ര പേരെ കൊന്നു എന്ന് കൃത്യമായി അറിയില്ല. എന്നാൽ അറിയാവുന്ന ഒരു കാര്യം ഡോക്യുമെൻ്റാണ്. ഡച്ചുകാരുടെ ആക്രമണത്തിന് മുമ്പ് ആ ദ്വീപിൽ ഏകദേശം 13,000 മുതൽ 15,000 വരെ ജനസംഖ്യ ഉണ്ടായിരുന്നു. എന്നാൽ 1621 ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം അവിടെ അവശേഷിച്ചത് ഏകദേശം 1000 പേർ മാത്രമാണ്. ഇതിനെ മുച്ചൂടും നശിപ്പിക്കുക എന്ന് പറയുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും പുക കണ്ടതിന് ശേഷം ഡച്ചുകാർ ആ ജാതിക്ക തോട്ടങ്ങളെല്ലാം സ്വന്തം നാട്ടുകാരായ തോട്ടമുടമകൾക്ക് നൽകി. പക്ഷേ അതുകൊണ്ടെന്താ കാര്യം? പണിയെടുക്കാൻ ആളില്ലല്ലോ. എല്ലാവരെയും കൊന്നില്ലേ? ഡച്ചുകാർ അതിനും പരിഹാരം കണ്ടെത്തി. ജാവ പോലുള്ള ദ്വീപുകളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അടിമകളെ കൊണ്ടുവന്ന് അവർ ജാതിക്ക വളർത്തി. റിവേഴ്സ് റെമിറ്റൻസ്. ഇതുകൊണ്ട് മാത്രം ഡച്ചുകാർ തൃപ്തിപ്പെട്ടോ? ആർത്തിക്ക് അതിർത്തിയില്ല. ഈ ദ്വീപിന് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള റൺ എന്ന ദ്വീപ് ഡച്ചുകാരുടെ മനസമാധാനം തകർത്തുകൊണ്ടിരുന്നു. അവിടെ 1603 തന്നെ ബ്രിട്ടീഷുകാർ വന്ന് അവിടുത്തെ ദ്വീപ് നിവാസികളുമായി ഒരു നല്ല ഡീലുണ്ടാക്കി. ഈ ഡച്ചുകാരുടെ കയ്യിലിരിപ്പ് ശരിയല്ലെന്ന് കണ്ട റൺ ദ്വീപ് നിവാസികൾ ബ്രിട്ടീഷുകാരെ അവരുടെ രക്ഷകരായി കൂടെ നിർത്തി. അതുകൊണ്ട് തന്നെ ബാൻഡ ദ്വീപിൽ നടത്തിയ കൂട്ടക്കൊല റണ്ണിൽ നടത്താൻ ഡച്ചുകാർക്ക് കഴിഞ്ഞില്ല. എങ്കിലും 10-40 വർഷം ആ ദ്വീപിനെ ചൊല്ലി ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിൽ സംഘർഷം തുടർന്നു. അവസാനം ബ്രിട്ടീഷുകാർക്ക് ബുദ്ധിവെച്ചു. 1667 അവർ ഡച്ചുകാരുമായി ഒരു കരാറുണ്ടാക്കി. അതുപ്രകാരം ബ്രിട്ടീഷുകാർ റൺ ദ്വീപ് ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തു. എന്തുകൊണ്ട് ഇംഗ്ലീഷുകാർ ഇത് ചെയ്തു? പേടിച്ചിട്ടാണോ? അതോ തലവേദന ഒഴിവാക്കാനാണോ? രണ്ടുമല്ല. കാരണം ഇൻ്റർനാഷണലായിരുന്നു. ഡച്ചുകാർക്ക് വടക്കേ അമേരിക്കയിൽ ഒരു കോളനി ഉണ്ടായിരുന്നു. അതിലെ പ്രധാന നഗരത്തിന് അവർ ന്യൂ ആംസ്റ്റർഡാം എന്ന് പേരിട്ടിരുന്നു. 1664 ഈ കോളനി ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. പക്ഷേ ഡച്ചുകാർ തോൽവി സമ്മതിച്ചിരുന്നില്ല. അവരത് തിരിച്ചു പിടിക്കുമെന്ന വാശിയിലായിരുന്നു. അതുകൊണ്ടാണ് റൺ ദ്വീപ് കിട്ടാനായി ഡച്ചുകാർ വാശി പിടിച്ചപ്പോൾ ഇംഗ്ലീഷുകാർ എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞ് ആ ഭാഗം വിട്ടുകൊടുത്തു. അതായത് റൺ ദ്വീപ് അവർക്ക് വിട്ടുകൊടുത്തു. പകരം ന്യൂ ആംസ്റ്റർഡാമിലുള്ള ഡച്ചുകാരുടെ അവകാശം ഉപേക്ഷിക്കണമെന്ന് കരാറിൽ വ്യവസ്ഥ ചെയ്തു. ഡച്ചുകാർ സമ്മതിച്ചു. ഇംഗ്ലീഷുകാരൻ്റെ ബുദ്ധിയുടെ വൈഭവം മനസ്സിലാക്കണമെങ്കിൽ വടക്കേ അമേരിക്കയിലെ ന്യൂ ആംസ്റ്റർഡാം എന്ന പഴയ നഗരം ഇന്ന് ഏത് നഗരമാണ് എന്നറിയണം. ന്യൂയോർക്ക് സിറ്റി. ഇന്നത്തെ ന്യൂയോർക്ക് സിറ്റിയാണ് ജാതിക്കയോട് ആർത്തി പിടിച്ച് ഡച്ചുകാർ വിട്ടുകൊടുത്തത്. ചരിത്രത്തിലെ വലിയ വിഡ്ഢിത്തങ്ങളിൽ ഒന്നായി ഇതറിയപ്പെടുന്നു. ജാതിക്ക ഏഷ്യയിൽ എവിടെയായാലും വിളയുമെന്ന ഇംഗ്ലീഷുകാരൻ്റെ ബുദ്ധി പ്രായോഗികമായി അത് ഏഷ്യ മുഴുവൻ കൃഷി ചെയ്യപ്പെട്ടു. ഉൽപ്പാദനം കൂടിയപ്പോൾ അതിൻ്റെ വില കുറഞ്ഞു. ഇംഗ്ലീഷുകാർ തന്ത്രപൂർവ്വം വിട്ടുകൊടുത്ത റൺ ദ്വീപിന് പുല്ലുവിലയായി. എന്നാൽ ഡച്ചുകാർ വിട്ടുകൊടുത്ത ന്യൂയോർക്കോ ലോക ധനകാര്യ തലസ്ഥാനം, വാൾ സ്ട്രീറ്റ്, ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഓഹരി വിപണി, ഐക്യരാഷ്ട്രസഭ, പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ, ലോകപ്രശസ്ത നാടകവേദികളുടെ കേന്ദ്രമായ ബ്രോഡ്വേ, ടൈം സ്ക്വയർ. സോ എന്താണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം? യൂറോപ്യന്മാർ പണ്ട് നടത്തിയ പല ആധിപത്യ ശ്രമങ്ങൾക്കും കാരണം സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കൊച്ചിയിലെ ഇന്നത്തെ ജാതിക്കയുടെ വില എത്രയാണ്? തൊണ്ടോട് കൂടിയത് കിലോ 340, തൊണ്ടില്ലാതെ കിലോ 540. അവർ ജാതിക്കയും കുരുമുളകും തപ്പിപ്പോയി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായി മാറി. ഇന്ത്യയെപ്പോലുള്ള വലിയ ഭൂവിഭാഗങ്ങൾ 3 നൂറ്റാണ്ടോളം അവർക്ക് അടിമകളായി മാറി. ഒക്കെ ലേശം ജാതിക്കയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇച്ചിരി കുരുമുളകിന് വേണ്ടി. ഒന്നും അനിവാര്യമായിരുന്നില്ല. ഒരുപക്ഷെ ജാതിക്ക അവർക്ക് അനിവാര്യമായിരുന്നിരിക്കാം. എന്നാൽ അവർക്ക് അവിടങ്ങളിലൊക്കെ കിട്ടിയ അധികാരം അത് യാദൃശ്ചികമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്ദി, നമസ്കാരം.